എന്നെ കൊല്ലാതിരുന്നാൽ മാത്രം മതി. എനിക്ക് ഇനിയെങ്കിലും ജീവിക്കണം. എനിക്ക് ചാകാൻ പേടിയാണ്. ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു. അർബാബ് പകച്ചുപോയി. ആ കരച്ചിലിന്റെ കാരണം അർബാബിന് മനസ്സിലായതേയില്ല. ഞാൻ 7-ലോ 8-ലോ പഠിക്കുമ്പോഴാണ് ഈ പുസ്തകം ആദ്യമായിട്ട് വായിക്കണത്. അന്ന് ഒരു എൻ്റെ പ്രായത്തിൽ ഉള്ളൊരു പെൺകുട്ടി വീണ്ടും 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 ജീവിച്ചിരിക്കാനും പ്രതീക്ഷിക്കാനും പ്രതീക്ഷ കൈവിടാതെ തന്നെ മുന്നോട്ട് പോകാനൊക്കെ ഉള്ള ഒരു വല്ലാത്ത സ്പാർക്ക് തന്ന പുസ്തകമായിരുന്നു. എല്ലാവരും പറയുന്നത് പോലെ, വായിച്ച ഭൂരിഭാഗം മനുഷ്യർ എല്ലാവരും പറയുന്നത് പോലെ കയ്യിൽ നിന്ന് താഴെ വെക്കാൻ തോന്നാതെ വായിച്ച് അവസാനിപ്പിച്ച് ഇങ്ങനെ കുറേ നേരം സ്റ്റക്കായിരിക്കുമ്പോഴുള്ളൊരു ഫീലില്ല, അങ്ങനെ ഒരു അനുഭൂതി തന്ന അനുഭവം തന്ന പുസ്തകമായിരുന്നു. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ ഒരു ജേണി ഉണ്ടല്ലോ. ഇപ്പോൾ 251-ാമത്തെ പതിപ്പ് വന്നു. ഒരു വലിയ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ കണ്ണും നട്ട് കാത്തിരിക്കുന്ന ഒരു ബിഗ് ബജറ്റ് മൂവി വന്നു. വളരെ പെട്ടെന്ന് 2.5 ലക്ഷത്തിലധികം കോപ്പികൾ വിറ്റഴിഞ്ഞ ഒരു പുസ്തകം. എന്നോട് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ, നമ്മൾ ഈ പുസ്തകം ആദ്യം കൊടുത്ത ഇടങ്ങളിൽ നിന്നൊക്കെ നിരസിക്കപ്പെട്ട ഒരു പുസ്തകം, തിരിച്ചു വന്ന പുസ്തകം. നമ്മൾ റിജക്ഷനെ പറ്റി കഥ റിജക്ട് ചെയ്ത കാര്യമൊക്കെ സംസാരിച്ചപ്പോഴേ, അങ്ങനെ റിജക്ഷൻ നേരിട്ട് വന്ന് പിന്നീട് അന്ന് മുഖ്യധാര പബ്ലിക്കേഷനിൽ അന്ന് ഉണ്ടാവാതിരുന്ന ഗ്രീൻ ബുക്സ് ഇത് ഏറ്റെടുക്കുന്നു. അപ്പം ആ ഒരു ജേണി നോക്കുമ്പോഴേ, ആ ആടുജീവിതത്തിന്റെ ജേണി എങ്ങനെയാ ഇപ്പം നോക്കുന്നത്? ഇപ്പം പുണ്യ 7-ാം ക്ലാസ്സിൽ വെച്ച് വായിച്ചെന്ന് പറഞ്ഞല്ലോ. അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാവുന്ന കുട്ടികൾ, ഒരുപക്ഷെ 4-ാം ക്ലാസ്സിൽ വെച്ചോ അല്ലെങ്കിൽ ഗൗരവമായ ഒരു പുസ്തകം വായിച്ചാൽ മനസ്സിലാവുന്ന തരത്തിലുള്ള കുട്ടികൾ മുതൽ വളരെ ഗൗരവമായി സാഹിത്യത്തെ കാണുന്ന, വളരെ ഡിഗ്രിയും അല്ലെങ്കിൽ വലിയ PhD-യും സാഹിത്യ നിരൂപണവും ഒക്കെ ചെയ്യുന്നവരെ വരെ ഒരേപോലെ തൃപ്തിപ്പെടുത്തുന്ന ഒരു പുസ്തകം എന്ന നിലയിലാണ് എനിക്ക് തന്നെ വലിയ കൗതുകം ഇതിൻ്റെ ഒരു യാത്രയെ സംബന്ധിച്ച് ഉള്ളത്. ആടുജീവിതത്തെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ആടുജീവിതത്തിന് അതിൻ്റേതായ ഒരു നിയോഗമോ ഒരു വിധിയോ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ വിചാരിച്ച പാതയിലൂടെയൊന്നും അത് ഒരിക്കലും യാത്ര ചെയ്തിട്ടേ ഇല്ല. അതിനതിൻ്റേതായ ഒരു രീതി ഉണ്ടായിരുന്നു എന്നാണ് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അത് വളരെ കൗതുകകരം എന്ന് വേണമെങ്കിൽ പറയാം. സ്വാഭാവികമായിട്ടും പുസ്തകത്തിന് മുമ്പ്, ഈ ആടുജീവിതത്തിന് മുമ്പ് ഞാൻ നോവലുകൾ എഴുതിയിട്ടുണ്ട്, കഥാപുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഒരു പുരസ്കാരം നോവലിന് കിട്ടുക എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ അറ്റ്ലസ് കൈരളി സാഹിത്യ പുരസ്കാരത്തിന് ഇതയക്കുന്നത്. പക്ഷെ അവിടെ ഒരു പ്രോത്സാഹന സമ്മാനം പോലും കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അത് കിട്ടാതിരുന്നത് വളരെ നന്നായി എന്ന് പിൽക്കാലത്ത് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, പലയിടത്തും പറഞ്ഞിട്ടുമുണ്ട്. അതായത് ആ പുരസ്കാരം ലഭിച്ചിരുന്നുവെങ്കിൽ ഈ ആടുജീവിതത്തിൻ്റെ കോപ്പിറൈറ്റ് ആ പുരസ്കാരം നൽകുന്ന അറ്റ്ലസ് എന്ന സ്ഥാപനത്തിന് കൈമാറണമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ആടുജീവിതത്തിൻ്റെ ഉടമ ഞാനായിരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അപ്പോൾ ചില പുരസ്കാരങ്ങൾ കിട്ടാതിരിക്കുന്നത്, തലത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെടുന്നത് വളരെ നല്ലതാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും പിന്നീട് അത് എവിടെയെങ്കിലും ഒന്ന് സീരിയലൈസ് ചെയ്ത് വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. കാരണം അതിന് തൊട്ട് മുമ്പാണ് അക്കപ്പോരിൻ്റെ 20 നസ്രാണി വർഷങ്ങൾ മാധ്യമ വാരികയിൽ സീരിയലൈസ് ചെയ്ത് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു എഴുത്തുകാരൻ എന്ന നിലയിൽ അത് മറ്റൊരു വാരികയിൽ കുറേ കൂടെ മെച്ചപ്പെട്ട ഇടത്ത് മാതൃഭൂമിയിൽ വരണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു. പക്ഷേ അവിടെയും അത് സ്വീകരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് DC ബുക്സിന് കൊടുക്കാൻ എനിക്ക് ഭയങ്കര മടിയായി. പലരും വിചാരിക്കുന്നത് DC ബുക്സ് തിരസ്കരിച്ച പുസ്തകമാണ് ഇതെന്നുള്ളത്. അങ്ങനെയല്ല, DC ബുക്സിന് കൊടുക്കാൻ എനിക്ക് മടിയായിട്ടാണ്. കാരണം ഇത് രണ്ടിടത്ത് വെച്ച് തിരസ്കരിക്കപ്പെട്ട ഒരു പുസ്തകം വളരെ മോശമായിരിക്കും, അങ്ങനെ ആരും ഇഷ്ടപ്പെടാത്തതായിരിക്കും, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളപ്പോഴാണ് ഗ്രീൻ ബുക്സ് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്നത് ഒരു പുസ്തകം തരാമോ എന്ന്. അത് ഈ അക്കപ്പോര് മാന്തളിൽ ആ സമയത്ത്, അതായത് മാധ്യമത്തിൽ വന്ന സമയത്ത് തന്നെ അവരെന്നോട് ആ നോവൽ ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാൻ DCക്ക് കൊടുത്തുപോയി എന്ന് പറഞ്ഞപ്പോൾ അടുത്ത നോവൽ ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ശരി, ഓക്കെ, കൊടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ നോവൽ ഗ്രീൻ ബുക്സിലേക്ക് വരുന്നത്. അപ്പോൾ അതേ ഞാൻ പറഞ്ഞത്, ആ നോവൽ എങ്ങനെയൊക്കെ യാത്ര ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് സ്വാഭാവികമായ ഒരു വിധി അതിനുണ്ടായിരുന്നു. അത് ആ തരത്തിൽ ആ വഴിയിലൂടെ തന്നെയാണ് യാത്ര ചെയ്തത്. ഇപ്പോൾ ഈ സിനിമയിലെത്തി നിൽക്കുന്ന ഈ മുഹൂർത്തത്തിൽ പോലും ആ യാത്ര ഉടനീളം പരിശോധിച്ചാൽ അത് അങ്ങനെയാണ് എന്ന് കാണാൻ കഴിയും. ഇതിനിടയ്ക്ക് വല്ലാണ്ട് അസുഖമൊക്കെ പിടിച്ചിട്ടേ ആശുപത്രിയിൽ കിടന്നു. മരണമുഖത്തിൽ നിന്ന് തിരിച്ചു വന്നൊരു സെക്കൻഡ് ബർത്ത് ആയിട്ട് കാണുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടം കടന്നു വന്നിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ സിനിമയിലെ AR റഹ്മാനും പൃഥ്വിരാജും ബ്ലസ്സിയും ഒക്കെ എല്ലാവരും ഭയങ്കര പ്രതീക്ഷയോടെ കാണുന്ന ഒരു സിനിമ വരുന്നത്. അപ്പോൾ അങ്ങനെ അസുഖം പിടിച്ചിട്ടുള്ള കിടപ്പും അത് ഞാൻ ഈ മ്യൂസിക് ലോഞ്ചിൽ കഴിഞ്ഞ ദിവസം 10-ാം തീയതി നടന്ന മ്യൂസിക് ലോഞ്ചിൽ ആ കാര്യം ഞാൻ അവിടെ വേദിയിൽ പറഞ്ഞത് അതാണ്.
കാരണം ഈ ആടുജീവിതത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ഉടനെയാണ് ഈ രോഗാവസ്ഥയിലേക്ക് വരികയും ഏതാണ്ട് മരണത്തോളം എത്തുകയും കൈവിട്ടുപോയി എന്ന് ഡോക്ടർമാർ തന്നെ കുടുംബത്തോട് പറയുകയും ഏത് നിമിഷവും എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ട്, അതിനെ പ്രതീക്ഷിച്ച് ഞങ്ങൾ ഇരുന്നുള്ളൂ എന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോയിട്ടുള്ളത്. ഏതാണ്ട് 3 മാസക്കാലത്തോളം ഞാൻ തുടർച്ചയായി പല ആശുപത്രികളിലായി ആശുപത്രിവാസത്തിൽ കിടക്കയിൽ തന്നെയായിരുന്നു എന്നുള്ളതാണ്. അന്ന് അനുഭവിച്ച വേദന, മരുന്ന് കയറുമ്പോഴുള്ള പ്രശ്നങ്ങൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, അത് നമ്മൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ, നമ്മളുടെ ശാരീരികമായ എന്ത് ആവശ്യങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ച ഒരു കാര്യം, എന്തിനാണ് ഇനി ജീവിച്ചിരിക്കുന്നത്? കാരണം അന്ന് ഒരു അക്കാഡമി അവാർഡൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. വളരെ സാധാരണ നിലയിൽ നിന്ന് എഴുതി തുടങ്ങിയ ഒരാൾ അക്കാഡമി അവാർഡ് നേടുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് നേടാനുള്ളതൊക്കെ നേടിക്കഴിഞ്ഞു, ഇനിയിപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, എന്തിനാണ് ഞാൻ എൻ്റെ ജീവനെ ഇങ്ങനെ ഇട്ട് പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നത്, എത്രയും പെട്ടെന്ന് മരിക്കണമേ എന്നാണ് ഞാൻ അന്ന് ആ കിടക്കയിൽ ആഗ്രഹിച്ചതൊക്കെ. പക്ഷേ ഈ പറഞ്ഞതുപോലെ ആടുജീവിതം തുടർന്ന് നടത്തിയ യാത്രകളിലൊക്കെ പങ്കാളിയാവാൻ ഒരു വിധി എനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിൻ്റെ കാരണമായിട്ട് എനിക്കിപ്പോഴും തോന്നുന്നത്. പറഞ്ഞതുപോലെ പിന്നീട് ബ്ലസ്സി എന്ന് പറയുന്ന ഒരു സംവിധായകൻ അതിൻ്റെ പിന്നാലെ വരുന്നു. ഒരുപക്ഷെ വേറെ ഏതെങ്കിലും സംവിധായകന് വേണമെങ്കിൽ അത് സംവിധാനം ചെയ്യാൻ വരുന്ന ഒരു 1-2 വർഷത്തെ ഒരു സാധാരണ പ്രൊജക്റ്റ് എന്ന നിലയിൽ ഏറ്റെടുത്ത് വളരെ വേഗം ചിത്രീകരിച്ച് തീർക്കാവുന്ന ഒരു സാധാരണ സിനിമയെ അത് തീർക്കാമായിരുന്നു. പൃഥ്വിരാജിനെ പോലെ സ്വന്തം ശരീരത്തിന്മേൽ പരീക്ഷണം നടത്താൻ തയ്യാറായ ഒരു സിനിമാ നടൻ അതിനോടൊപ്പം വരുന്നു. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ശരീരമാണ് അദ്ദേഹത്തിൻ്റെ അസറ്റ് എന്ന് പറയുന്നത്. അതിന്മേലാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത്. അപ്പോൾ പലരും നടത്താൻ ശ്രമിക്കാത്ത, തയ്യാറാവാത്ത ഒന്നിനു വേണ്ടി അദ്ദേഹം പലതവണ പലതരത്തിലുള്ള പ്രതിസന്ധികൾ വന്നതുകൊണ്ട് പലതവണ അതിന്മേൽ പരീക്ഷണം, ഏതാണ്ട് ജീവന് തന്നെ ഹാനികരമാവുന്ന തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയനായി എന്നുള്ളതാണ്, തയ്യാറായി എന്നുള്ളതാണ്. മൂന്നാമത് ഇപ്പം AR റഹ്മാനെ പോലെയുള്ളൊരു വലിയ ലോകോത്തര സംഗീതം നമ്മുടെയൊക്കെ ഒരു പടത്തിൽ വന്നു ചേരുമെന്ന് നമ്മൾക്ക് ആർക്കും തന്നെ പ്രതീക്ഷയില്ലാത്ത ഒരിടത്ത് നിന്ന് അദ്ദേഹം നമ്മളോടൊപ്പം വരികയും സഹകരിക്കുകയും ലൊക്കേഷനിൽ വരികയും അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും അതിനുശേഷം ഈ മ്യൂസിക് ലോഞ്ചിൽ മുഴുവൻ സമയം പങ്കെടുക്കുകയും ഇതിനു വേണ്ടി ഒരു പ്രത്യേക സോങ് തന്നെ അഡീഷണലായി ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് അദ്ദേഹം പൂർണ്ണമായിട്ട് പത്രസമ്മേളനങ്ങളിൽ പങ്കെടുത്തുകൊണ്ടും നമ്മളോടൊപ്പം സഹകരിച്ചുകൊണ്ട് നിൽക്കുന്നൊക്കെ പറയാം. അത്തരം അനേകം സാധ്യതകൾ, അല്ലെങ്കിൽ അനേകം നിയോഗങ്ങൾ, അനേകം ഭാഗ്യങ്ങൾ ഇതിനോടൊപ്പം വന്നു ചേർന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ അനുഭവിക്കാൻ കൂടിയായിരിക്കും ഞാൻ ഈ പിൻകാലത്ത് ജീവിച്ചിരുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ നോവൽ എങ്ങനെ പരിശോധിച്ചാലും, ഈ സിനിമ എങ്ങനെയൊക്കെ പരിശോധിച്ചാലും, അത് അതിൻ്റേതായ വഴിയിലൂടെ തന്നെയൊക്കെ സഞ്ചരിച്ച് അത് എത്തേണ്ട ഇടങ്ങളിലൊക്കെ എത്തിയാണ് ഇതുവരെ എത്തിയതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ സ്വന്തം വഴിയിലൂടെ അത് സഞ്ചരിക്കുന്നതെന്ന് മാത്രം പറയാനാണ് ഇഷ്ടം. ഇതിൽ നോവലിൽ നജീബ് എത്രയൊക്കെ ദുരിതങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഈ പറയുന്നത് പോലെ ഒന്ന് മരിച്ചു പോയാൽ മതിയായിരുന്നു എന്ന് വായിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പോലും തോന്നുന്ന അത്രയും ദയനീയമായിട്ടുള്ള അവസ്ഥയിലൊക്കെ കടന്നുപോയി. എന്നിട്ടും ഒരിക്കലും ഇതുപോലെ ഒരു ആത്മഹത്യ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ നജീബിനെ എവിടെയും അങ്ങനെ കൊടുക്കുന്നില്ല നോവൽ. അതെന്താ വെച്ചാൽ, ഈ ഒരു നോവൽ ഒരു എഴുത്തുകാരൻ എഴുതുന്നത് ഒരു കഥാപാത്രത്തിൻ്റെ ജീവിതം അതുപോലെ പകർത്തി വെക്കുന്നതിന് വേണ്ടി മാത്രമല്ല, നമ്മൾ ജീവിതത്തിൽ നിന്ന് ആർജിച്ചെടുത്ത ചില അറിവുകൾ, ചില ദാർശനികമായ വിചാരങ്ങൾ, നമ്മുടെ ഭീതികൾ, ആകുലതകൾ, സ്വപ്നങ്ങൾ ഒക്കെ പങ്കുവെക്കുന്ന ഇടമാണ് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം കഥയോ നോവലോ എന്തായാലും. അതുകൂടിയാണ് നമ്മൾ പകർത്തി വെക്കുന്നത്, അല്ലാതെ മറ്റൊരു ജീവിതമല്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരും പുണ്യ കഥ എഴുതുന്ന ആളാണ്, പുണ്യ കാണുന്ന ഒരു കഥ, ഒരു ജീവിതത്തെ അതുപോലെ പകർത്തലല്ല. പുണ്യ ഈ ജീവിതം കൊണ്ട് ആർജിച്ച ചില അറിവുകൾ, ചിലപ്പോൾ അത് പൊളിറ്റിക്കൽ കറക്റ്റ്സിൻ്റേതാവാം, സ്ത്രീകളോടുള്ള ഇടപെടലുകളെ സംബന്ധിച്ചാരാം, പൊതുവിടങ്ങളിൽ നമ്മൾ ഉപയോഗിക്കേണ്ട വാക്കുകളെ സംബന്ധിച്ച്, അങ്ങനെ ധാരാളം ദാർശനികമായ ചിന്താ പദ്ധതികൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരു കഥാപാത്രത്തിൻ്റെ മേൽ ഇറക്കി വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ആടുജീവിതത്തിലും ഉണ്ടായിട്ടുള്ളതെന്നുള്ളത്. ഞാൻ കടന്നുപോയിട്ടുള്ള ജീവിതം കൂടി അതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട്. നജീബ് എന്ത് പറഞ്ഞു എന്നതിൻ്റെ അപ്പുറത്ത്, അല്ലെങ്കിൽ നജീബ് എന്ത് ജീവിച്ചു എന്നതിനപ്പുറത്തേക്ക് ബെന്യാമിൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ എന്താണ് ഈ ലോകത്തിനോട് പറയാനുള്ളത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും. അത് പ്രത്യാശയുടേതായ ഒരു ആശയമാണ്. അത് പക്ഷേ ഈ പറഞ്ഞതുപോലെ എൻ്റെ ചെറുപ്പം മുതൽ തന്നെ ഞാൻ പലതരത്തിലുള്ള രോഗാവസ്ഥയിലൂടെയൊക്കെ കടന്നു വന്നപ്പോഴും ജീവിതം കൈവിട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. മരിച്ചു പോയെങ്കിൽ പോയി എന്നുള്ളതല്ലാതെ അതിനു വേണ്ടി ഞാൻ സ്വയം തയ്യാറെടുപ്പുകൾ നടത്തില്ല. കൂടുതൽ പരീക്ഷണാത്മകമാവുക, അല്ലെങ്കിൽ ജീവിതത്തിന് വേണ്ടി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക. അന്നും ഞാൻ വലിയ സ്വപ്നങ്ങൾ കാണുമായിരുന്നു.
കാണാൻ പാങ്ങില്ലാത്ത തരത്തിലുള്ള സ്വപ്നങ്ങൾ കണ്ടതുകൊണ്ടാണ് ഒരു പക്ഷേ ഇവിടെ വരെയെങ്കിലും എത്താൻ കഴിഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ നമ്മൾ ഏറ്റവും ജീവിതത്തിൻ്റെ ഏറ്റവും ദുരിതപരമായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ പോലും നമ്മൾ ജീവിതത്തെ ചേർത്ത് പിടിക്കുക, അതിനെക്കുറിച്ച് മനോഹരമായ സ്വപ്നങ്ങൾ കാണുക, നാളെക്കുറിച്ച് വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടാണ്. അതാണ് യഥാർത്ഥത്തിൽ നജീബ് എന്ന് പറയുന്ന കഥാപാത്രത്തിലേക്ക് നമ്മൾ ഇഴകി ചേർത്ത് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അത് നജീബിൻ്റെ മാത്രം ജീവിതമല്ല എന്ന് പറയുന്നത് കൊണ്ടാണ്. യഥാർത്ഥ നജീബ് എന്ന പറയുന്നുണ്ട് പുള്ളി, ആ വ്യക്തി, ആ മനുഷ്യൻ ഇങ്ങനെയുള്ള പല സമയത്തും ആത്മഹത്യക്ക് ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. നജീബിനെ ആദ്യമായിട്ട് കാണുന്നത് എപ്പോഴായിരുന്നു? നജീബുമായിട്ടുള്ള സൗഹൃദം അതിൽ നിന്ന് വളരെ കാലത്തിന് ശേഷമാണ്. കാരണം നജീബ് ഇത് അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് ഏർലി 90s എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഒരു 92, 93, 95 ആ കാലഘട്ടത്തിലാണ്. അതിനും 10 വർഷങ്ങൾക്ക് ശേഷം 2005 ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത്. അത് നജീബ് ഈ കാലമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്ന് പിന്നെ തിരിച്ച് ബഹ്റിൻ എന്ന് പറയുന്ന രാജ്യത്തേക്ക് വീണ്ടും മടങ്ങി വന്നു. അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടിയതായിരുന്നു. അതെ, അത് അവിടെ ഞങ്ങൾ രണ്ടുപേരും യാദൃച്ഛികമായിട്ട് ഒരു തൊഴിലിടത്തിലായിരുന്നു ജോലി ചെയ്തത്. ഞാനൊരു കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. അത് കൃത്യമായി പറഞ്ഞാൽ അമേരിക്കൻ നേവിയുടെ സൈനിക താവളമുണ്ട് അവിടെ ഒരു കമ്പനിയുടെ പ്രൊജക്ട് മാനേജറായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. നജീബ് അവിടെ തന്നെയുള്ള മറ്റൊരു കമ്പനിയിൽ ലേബർ എന്ന നിലയിലാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിലെ പാലം എന്ന് പറയുന്നത് ഒരു സുഹൃത്ത്, നജീബിൻ്റെ ബോസായി വരുന്ന ഒരു സുഹൃത്ത്, എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. അപ്പം ഞാൻ കഥയൊക്കെ എഴുതുന്ന ആളാണെന്ന് അറിയാവുന്നത് കൊണ്ട് അദ്ദേഹമാണ് എന്നോട് പറയുന്നത്, ഇങ്ങനെ നജീബ് എന്ന് പറയുന്ന ഒരാളുണ്ട്, ഭയങ്കര കൗതുകമുള്ള കഥയാണ് അയാളുടെ, നിങ്ങൾ പോയി ഒന്ന് കാണണം എന്ന് പറയുന്നത്. അങ്ങനെ ആ US നേവിയുടെ ബേസിനുള്ളിൽ വെച്ചാണ് നജീബിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഒരു എന്താണ് പ്രഭാത ഭക്ഷണ സമയത്ത് നജീബ് അവിടെ ഇരിക്കുമ്പോഴാണ് ഞാൻ നജീബിനെ കാണാൻ, ഇങ്ങനെ പല തൊഴിലാളികൾ ധാരാളം ഉണ്ടല്ലോ പലതരത്തിലുള്ള ജോലി ചെയ്യുന്നത്, നജീബ് ആരാണെന്ന് ചോദിച്ചുകൊണ്ട് ചെല്ലുകയും നജീബിനെ കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്നത് ഒരുപക്ഷെ 2005 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഒരു 3 വർഷം കൂടെ എടുത്തിട്ടാണ് നോവൽ എഴുതുന്നത്. അന്ന് നജീബ് വളരെ കുറച്ച് മാത്രമേ, അന്നും ഇന്നും നിങ്ങൾ നജീബിനോട് സംസാരിച്ചാൽ വളരെ കുറച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പോഴാണ് നജീബ് പിന്നെയും കുറേ കൂടെ ഒക്കെ യൂട്യൂബുകാരും അവരും ഒക്കെ ചെന്ന് പലതരത്തിലുള്ള സംസാരങ്ങളിലൂടെ ഇത്തിരിയൊക്കെ തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയത്. കാരണം ലോകത്തെല്ലാവരും ഇത് അറിഞ്ഞു എന്നുള്ള ഇതുണ്ട്. അന്ന് നജീബിൻ്റെ കുടുംബത്തിന് പോലും അറിയാതിരുന്ന ഒരു സംഭവമാണിത്. നജീബ് ഇങ്ങനെയൊക്കെ എന്തോ ഒരു അവസ്ഥയിലൂടെ പോയെന്നുള്ളതല്ല, എന്താണെന്നറിയില്ല. അപ്പം നജീബ് ഇത് പറയാൻ വളരെ വിമുഖനായ ആളായിരുന്നു. പക്ഷേ ഞാൻ എല്ലാ ദിവസവും, ഞങ്ങൾ ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് എല്ലാ ദിവസവും നജീബിനെ കാണും. ഇത്തിരി നേരം ചുമ്മാതെ മറ്റു കാര്യങ്ങളെക്കുറിച്ചും ലോകകാര്യങ്ങളും രാഷ്ട്രീയവും ഒക്കെ സംസാരിക്കും. അതൊക്കെ പറയുന്ന കൂട്ടത്തിൽ ചെറുകെ ഒരു ചോദ്യം അവിടുത്തെ കാര്യത്തെക്കുറിച്ച് ചോദിക്കും. അപ്പോൾ നജീബ് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറയും, പിന്നെ തിരിച്ചു വരും, പിന്നെ അടുത്ത ദിവസം വീണ്ടും കാണും. അങ്ങനെ ഏതാണ്ട് ഒരു 1.5 വർഷക്കാലത്തോളം ഞാൻ നജീബിനോടൊപ്പം സ്ഥിരമായി ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു, ഇപ്പം ഈ നോവലിൻ്റെ നിയോഗത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. കാരണം നജീബിനെ അങ്ങനെ കണ്ടുമുട്ടാൻ ഒരിടമില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരിക്കൽ ഒരിടത്ത് പോയി നിന്നും 10 മിനിറ്റ് നജീബിനോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ അരമണിക്കൂർ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നു, അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വിവരങ്ങളോടുകൂടി നമ്മൾ തിരിച്ചു വന്ന് ചെയ്യുന്നു എന്നുള്ളത്. ഇത് ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുകയാണ്. എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരേ സ്ഥലത്തുള്ളത് കൊണ്ടാണ് നമുക്കത് കാണാൻ, ഇതിൻ്റെ ഡീറ്റെയിലായ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞത്. അപ്പോൾ നജീബ് എൻ്റെ മുന്നിലേക്ക് വരണം എന്നുള്ളതോ അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടണമായിരുന്നു എന്നതോ ഒക്കെ ഒരു നിയോഗമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെയാണ് നജീബിനെ കണ്ടുമുട്ടിയ നിമിഷം എന്ന് പറയുന്നത്. ഈ ആടുജീവിതം പലരുടെയും മനസ്സിലുള്ള ചോദ്യമായിരിക്കും, ആടുജീവിതം തന്നിട്ടുള്ളൊരു സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നതിനെ പറ്റി. അല്ലെങ്കിൽ ഒരു എഴുത്തുകാർക്ക് ഇപ്പോൾ ഒരു സാഹിത്യത്തിലൂടെ മാത്രം സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തിയിട്ട് അല്ലെങ്കിൽ സാമ്പത്തിക വരുമാനം ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? അങ്ങയുടെ ജീവിതാനുഭവങ്ങൾ, എഴുത്തനുഭവങ്ങൾ, സാഹിത്യ ജീവിതം? അല്ല, ഇപ്പോൾ അടുത്തിടയ്ക്ക് വേറൊരു ഇൻ്റർവ്യൂവിൽ ഞാനത് സൂചിപ്പിച്ചിരുന്നു. ഇപ്പം പലർക്കും അറിയാവുന്നതാണോ അറിയാത്തതാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരു എഴുത്തുകാരന് കിട്ടുന്ന റോയൽറ്റി എന്ന് പറയുന്നത് ഒരു പുസ്തകത്തിൻ്റെ മുഖവിലയുടെ 15%. ചിലർക്ക് ഇപ്പം പുതിയ എഴുത്തുകാരാണെങ്കിൽ അത് 12 ആവും, 10 ആവും, അതിലും ചിലപ്പോൾ താഴേക്കാവും. നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് പോകുമ്പോൾ അത് 8% മാത്രമേ ഉള്ളൂ. അതുതന്നെ ആ 8% തന്നെ പരിഭാഷകനും എഴുത്തുകാരനുമായിട്ട് വീതിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ വളരെ തുച്ഛമാണ്. അപ്പോൾ ആടുജീവിതത്തെ സംബന്ധിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ 120 രൂപ വിലയുള്ള ഒരു പുസ്തകത്തിന് എത്ര രൂപയാണ് കിട്ടുന്നതെന്ന് ആലോചിക്കാമല്ലോ. പക്ഷേ നമ്മൾ അതിനുശേഷവും അതിന് മുമ്പ് എഴുതിയതും പിന്നെ പിൽക്കാലത്ത് എഴുതിയതുമായ കുറേയേറെ കൃതികൾ വരുമ്പോൾ, അത് വ്യാപകമായി വായിക്കപ്പെടുമ്പോൾ നമുക്ക് അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള വരുമാനം അതിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഏത് വരുമാനത്തിൽ ജീവിക്കാൻ തയ്യാറാണ് എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഏറ്റവും ലാവിഷായി ഏറ്റവും
സുഭിക്ഷമായി ജീവിക്കണമെങ്കിൽ ഒരു പക്ഷേ ഒരു എഴുത്തുകാരനായി ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മളുടെ ജീവിതത്തിൻ്റെ നിലവാരം എന്താണ്? ഇപ്പം ഞാൻ അത് കേട്ടിട്ടുള്ളത് ഈ ലൈഫ് ഓഫ് പൈ എഴുതിയിട്ടുള്ള യാൻ മാർട്ടൽ ഒരു ദിവസം ജയ്പൂരിൽ വെച്ച് പറഞ്ഞ ഒരു കാര്യമാണ്. അവൻ പറയുന്നത് ഈ ലൈഫ് ഓഫ് പൈ ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് വന്നിട്ടുള്ളത്. ആ പുസ്തകത്തിന് ആകെ 800-1000 കോപ്പിയാണ് വിറ്റ് പോയിട്ടുള്ളത്. വളരെ തുച്ഛമായ ജീവിതമാണ് കഴിയുന്നത്. ഒരു ഒറ്റമുറി ഫ്ലാറ്റിൽ ഞാൻ ജീവിക്കുന്ന ഒരു കാലത്ത് പുള്ളി പറയുന്നത് ഞാൻ ആ ഫ്ലാറ്റിലെ രാജാവാണ്. എനിക്കതിൽ കൂടുതൽ വിലയൊന്നും വേണ്ട. വളരെ തുച്ഛമായ ഒരു കോഫി കുടിക്കും, ഒരു ബർഗർ വാങ്ങിച്ച് കഴിക്കും. അതിൽ ഞാൻ സംതൃപ്തനായിരുന്നു എന്ന് പറയുന്ന ഒരു അനുഭവമുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് സംതൃപ്തനാണോ നിങ്ങളുടെ ജീവിതത്തിനോട് എങ്കിൽ പിന്നെ എഴുത്തുകൊണ്ടും ജീവിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അതല്ലാതെ വലിയ വലിയ സ്വപ്നങ്ങളിലേക്ക് പോവുകയും ഇപ്പോൾ ഒരു വലിയ ബിസിനസ്സുകാരൻ ജീവിക്കുന്നത് പോലെ, ഒരു വലിയ സർക്കാർ ഉദ്യോഗസ്ഥൻ ജീവിക്കുന്നത് പോലെയോ, ഒരു കോളേജ് പ്രൊഫസർ ജീവിക്കുന്നത് പോലെയോ ഒക്കെ ജീവിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ ഒരു പക്ഷേ സാധ്യമല്ലായിരിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പരിമിതമായ ആഹാരശീലങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ കുറച്ച് പുസ്തകങ്ങൾ വായിക്കണം, രാവകളില്ലാതെ എഴുതാനോ വായിക്കാനോ കഴിയണമെന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് വലിയ സ്വപ്നങ്ങളില്ലാത്തത് കൊണ്ട് എഴുത്തുകൊണ്ട് ജീവിച്ചു പോകാമെന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ പരിധി നമ്മളാണ് നിശ്ചയിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ വായനക്കാരുടെ സ്നേഹം, ഇപ്പോൾ 30-ലധികം പുസ്തകങ്ങളിൽ നിന്നുള്ള വരുമാനം, ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ കുഴപ്പമില്ലാതെ പോകാം എന്ന് ഞാൻ കരുതുന്നു. ഇപ്പൊ ഈ സാഹിത്യത്തിൽ നിന്ന് നമ്മൾ എഴുത്തിൽ നിന്ന് സിനിമയിലേക്ക് വരുമ്പോൾ അത് സിനിമ കൈകാര്യം ചെയ്യുന്നത് കുറച്ചുകൂടെ ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഒരു സാമ്പത്തിക വിനിമയമാണ്. അപ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒത്തിരി പേര് അല്ലേ, പുതിയ തലമുറയിലൊക്കെ ഉള്ളതും ഇപ്പോൾ ആദ്യം മുതലെടുത്ത PF മാത്യൂസും വിനോയ് തോമസും ഹരീഷ് ഏട്ടനും അതിനുശേഷം ഇപ്പോൾ അഭിനേട്ടൻ്റെ ഒക്കെ സിനിമ വരുന്നുണ്ട്, KM പ്രശാന്തിൻ്റെ പോനം സിനിമയായിട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒത്തിരി പേര് സിനിമയിലേക്ക് പോകുന്നുണ്ട്. ആ സാഹിത്യത്തിൽ നിന്ന് സിനിമയിലേക്ക് പോകുന്നതിൽ ഈ പറയുന്ന സാമ്പത്തികം എന്നുള്ളൊരു ഫാക്ടറും കാരണമായിരിക്കുമോ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഇവരിൽ പലരും തിരക്കഥാകൃത്തുക്കളാണ്. തിരക്കഥാകൃത്തുക്കൾക്ക് കിട്ടുന്ന പണം എന്ന് പറയുന്നത് നല്ല ഒരു തുകയാണ്. ഒരു പക്ഷേ നമ്മൾ ഒരു നോവലിൽ നിന്നോ 2 നോവലിൽ നിന്നോ 5-10 വർഷം കൊണ്ട് കിട്ടുന്ന ഒരു തുകയായിരിക്കും ഒറ്റയടിക്ക് കിട്ടുക എന്ന് പറയുന്നത്. ഇപ്പം ജയമോഹൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം വിവാദം ഉണ്ടാക്കിയ ജയമോഹൻ കാലമായി സിനിമയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്തിരുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു 5 വർഷം ഞാൻ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിൽ ജോലി ചെയ്യുന്ന കൊണ്ട് കിട്ടുന്ന പണം എനിക്ക് ഒരു സിനിമയിൽ നിന്ന് കിട്ടും. അപ്പോൾ എൻ്റെ 5 വർഷം ഞാൻ സേവ് ചെയ്യാനോ അതുകൊടുത്ത് എനിക്ക് യാത്ര ചെയ്യാനോ പുതിയ പുസ്തകങ്ങൾ വായിക്കാനോ പുതിയ കഥ എഴുതാനോ ഒക്കെ കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് ഞാൻ അതിനെ ഉപയോഗിക്കുന്നത് എന്ന് പറയും. അതേ സമയത്ത് തന്നെ അയാൾ സിനിമയിൽ നിൽക്കുമ്പോൾ തന്നെ കഥകൾ എഴുതാനും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ചെറുപ്പക്കാർ അവരുടെ ഒരു വരുമാനം എന്ന നിലയിൽ അത് ഉപയോഗിച്ച് അവർക്ക് നേടാവുന്ന യാത്രകൾ, അവർക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക ഭദ്രത, ആ സാമ്പത്തിക ഭദ്രതയിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ പുതിയ നോവലിലേക്കോ ഒക്കെ പോകാനും അവരുടെ സാഹിത്യ അഭിരുചികൾ വളർത്താനും ഒക്കെയുള്ള ഒരു അവസരം എന്ന നിലയിലായിരിക്കാം അത് ഉപയോഗിക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആടുജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഥ മാത്രമാണ് കൊടുത്തത്, ഞാൻ അതിൻ്റെ തിരക്കഥാകൃത്തല്ല. അതുകൊണ്ട് വളരെ പരിമിതമായ തുക മാത്രമേ അത് എന്ന് മാത്രമല്ല ഇത് 2009 കൈമാറപ്പെട്ട ഒരു കഥയാണ്. അപ്പോൾ അന്ന് അതിൻ്റെ മൂല്യം, ആടുജീവിതത്തിൻ്റെ മൂല്യം എത്രയുണ്ടായിരുന്നു എന്ന് ആർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു സാധാരണ ഒട്ടും പ്രശസ്തമല്ലാത്ത ഒരു സാധാരണ കഥ മാത്രമായിരുന്നു. അതുകൊണ്ട് ആടുജീവിതം എന്ന സിനിമയിൽ നിന്ന് അങ്ങനെ ഒരു സാമ്പത്തികമായ ലാഭം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം തുറന്നു പറയേണ്ടി വരും. പക്ഷേ ഞാൻ അതിലൊട്ടും ഖേദമുള്ള ഒരാളല്ല. കാരണം ആടുജീവിതം എന്ന സിനിമയ്ക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ഈ പറഞ്ഞ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഇത്രയധികം മനുഷ്യരുടെ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ, ഇപ്പം AR റഹ്മാനോടൊപ്പം ഇരുന്ന് വർത്താനം പറയാനോ പൃഥ്വിരാജിനോടൊപ്പം നല്ല സുഹൃത്തായി കരുതാനോ പരസ്പരം മെസ്സേജ് അയച്ച് അത്തരത്തിലുള്ള സൗഹൃദത്തിലേക്ക് ബ്ലിസാറിനെ ഒരു സഹോദരനെ പോലെ നമ്മൾ എല്ലാ ദിവസവും സംസാരിക്കുന്ന ആൾക്കാരായി മാറാനും ഒക്കെ കിട്ടുന്ന. അപ്പം നമ്മൾ ഒരു കാര്യത്തെ നമ്മൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ കാര്യത്തെയും പണത്തിൻ്റെ മൂല്യം കൊണ്ട് മാത്രമാണ് അളക്കുന്നത് എന്നുള്ളതാണ്. സൗഹൃദത്തിൻ്റെ മൂല്യം, നമുക്ക് കിട്ടിയിട്ടുള്ള എന്താണ് വിസിബിലിറ്റിയുടെ മൂല്യം, നമ്മുടെ പ്രശസ്തിയുടെ മൂല്യം, സൗഹൃദങ്ങളുടെ മൂല്യം, ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഒരു മൂല്യം എന്ന് പറയുന്നത്. അല്ലാതെ എത്ര രൂപ കിട്ടി എന്നുള്ളതല്ല. ഇപ്പം നജീബിനെ കുറിച്ച് പറയുമ്പോഴും നജീബിന് എത്ര രൂപ കിട്ടി എന്നാണ് പലരും ചോദിക്കുന്നത്. പക്ഷേ നജീബ് വളരെ, അപ്പം ഞാൻ അങ്ങനെ മോശമായി പറയും, പക്ഷേ നജീബ് വളരെ സാധാരണക്കാരായി ആരാനും ശ്രദ്ധിക്കാതെ അദ്ദേഹത്തിൻ്റെ ഈ സംഭവങ്ങളിലൂടെ കടന്നുപോയതിനു ശേഷം 10 വർഷം ആരാളും ശ്രദ്ധിക്കപ്പെടാതെ നിന്ന ഒരു മനുഷ്യന് കിട്ടിയിട്ടുള്ള ഒരു വിസിബിലിറ്റി, സൗഹൃദങ്ങൾ, അതിൽ നിന്നുണ്ടായ മെച്ചങ്ങൾ, അങ്ങനെ വന്നിട്ടുള്ള ധാരാളം പണങ്ങൾ, ഇതെല്ലാം എൻ്റെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്.
അദ്ദേഹത്തിൻ്റെ മകന് കിട്ടിയ ജോലി, അങ്ങനെ എത്ര കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരു ബൾക്കായ പണം മാത്രമല്ല മനുഷ്യന് കിട്ടുന്നത്. അപ്പം ഇപ്പോൾ ഈ ഇതിന് തന്നെ ഈ ഓഡിയോ ലോഞ്ചിന് തന്നെ ഞാൻ കാണുകയായിരുന്നു, പൃഥ്വിരാജ് വന്നിട്ട് നജീബിനെ കെട്ടിപ്പിടിച്ചിട്ട് ചേട്ടാ എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്ന, ഓർമ്മയുണ്ടോ എന്നെ എന്നൊക്കെ ചോദിക്കുന്ന തരത്തിലേക്കൊരു സൗഹൃദം. മറ്റൊന്ന് ഇപ്പം മോഹൻലാലിനെ പോലെ ഒരാൾ വേദിയിൽ നിന്ന് ഇറങ്ങി വന്ന് നജീബിൻ്റെ അടുത്ത് ചെന്ന് സംസാരിക്കുന്ന ഒരു അതൊക്കെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും മൂല്യമില്ലാത്ത ഒരാൾ കാര്യമായി വേണമെങ്കിൽ കരുതാം. പക്ഷേ ഞാൻ അതിനെയൊക്കെ വലിയ മൂല്യമായിട്ട് കാണുന്നത്. നമ്മൾ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന വലിയ കലാകാരന്മാരൊക്കെ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കാൻ നമുക്ക് ഒരു വേദിയെങ്കിലും കിട്ടുന്നത് പോലും ഒരു വലിയ കാര്യമായിട്ടാണ്. അതുകൊണ്ട് എനിക്ക് കിട്ടിയ പണത്തിൻ്റെ അളവിനെക്കുറിച്ചോ ഒന്നും ഞാൻ ഒട്ടും പറയാറില്ല. അതിനൊക്കെ അപ്പുറത്താണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിസിബിലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൗഹൃദം എന്ന് പറയുന്നത്. അതുകൊണ്ടും പണം കൊണ്ട് മാത്രം അളക്കുന്നതല്ല ലോകത്തൊന്നും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ ഈ പുസ്തകം ഇപ്പം നമ്മൾ സംസാരിച്ച് തന്നെ, ഈ പുസ്തകം ഇത്രയും ചർച്ച ചെയ്യപ്പെട്ടപ്പോഴും സിനിമയോടനുബന്ധിച്ചുള്ള വാർത്തകൾ വരുമ്പോഴൊക്കെയും ആളുകൾ പലരും ഈ അടുത്തും കൂടെ ഒരു ഫേസ്ബുക്ക് കമൻ്റായിട്ട് ഞാൻ കണ്ടു, നജീബുമായി ബന്ധപ്പെട്ടുള്ള കുറേ ഊഹാപോഹങ്ങൾ, സംശയങ്ങൾ, ഇത്രയും നിങ്ങൾ ബിഗ് ബജറ്റ് മൂവിയൊക്കെ എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ നിങ്ങൾ ആരെങ്കിലും പോയി തിരക്കിയോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ, അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പാരലായിട്ട് നടക്കുന്നതായിട്ട്. പക്ഷെ ഈ അടുത്തുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ മറ്റോ ഞാൻ കണ്ടപ്പോൾ പുള്ളി ഭയങ്കര സന്തോഷത്തിലാണ് സംസാരിക്കുന്നത്. പൃഥ്വിരാജിനെ പോലെ ഒരാൾ തൻ്റെ കഥാപാത്രം ചെയ്യുന്നു, താൻ അനുഭവിച്ച ഒത്തിരി കാര്യങ്ങൾ മനുഷ്യരിലേക്ക് അത് എത്തുന്നു, സിനിമാണ്ടയിൽ പുള്ളി ഭയങ്കര ഹാപ്പിയാണ്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ പക്ഷേ ഒരു സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിനോടുള്ള പ്രതികരണം എന്നുള്ള രീതിയിൽ അല്ല, അത് എല്ലാ കാലത്തും നോവൽ ഇറങ്ങിയ കാലം മുതൽ തന്നെ എന്നെയും നജീബിനെ തമ്മിൽ അടിച്ചു പിരിപ്പിക്കാൻ പല ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അയാൾ വളരെ സ്നേഹമുള്ള മനുഷ്യനായതുകൊണ്ട്, യുക്തിബോധമുള്ള മനുഷ്യനായതുകൊണ്ടും, ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം എന്താണെന്ന് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടും ഞങ്ങൾ രണ്ടുപേരും എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. അത് ലോകത്തിലെ എല്ലാവരെയും നമുക്ക് തൃപ്തിപ്പെടുത്തിക്കൊണ്ടോ സമാധാനപ്പെടുത്തിക്കൊണ്ടോ ഒന്നും പോകേണ്ട കാര്യമില്ല എന്നുള്ളത്. അത് ഞങ്ങളുടെ ഇടയിൽ നിന്ന്, അതിപ്പം മ്യൂസിക് ലോഞ്ചിന് തന്നെ പോയത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കാറിനാണ് പോയത്. ഞാൻ ഇവിടുന്ന് പോയി, നജീബിനെ എടുത്ത് ഞങ്ങൾ രണ്ടും കൂടെ പോയി ഒരേ ഹോട്ടലിൽ താമസിച്ച് അവിടെ നിന്നാണ് മ്യൂസിക് ലോഞ്ചിന് പോയിട്ട് ഒരേ കാറിലാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. അങ്ങനെ എല്ലാ ദിവസവും ഏതാണ്ട് വിളിക്കുന്ന തരത്തിലുള്ള സൗഹൃദമുള്ള രണ്ടുപേരാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ ആൾക്കാർ പലതരത്തിലുള്ള മാനസികാവസ്ഥയിലുള്ളവരുണ്ട്. അവർക്കൊന്നും ഇതിനകത്തൊന്നും ഒരു കാര്യമില്ലെങ്കിലും പലതരത്തിലുള്ള അസൂയയിൽ നിന്ന്, അത് നജീബിനോട് തന്നെയുള്ള അസൂയയിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന ചില കാര്യങ്ങളാണ്. വളരെ സാധാരണക്കാരനായ ഒരുത്തൻ ഇങ്ങനെയൊക്കെ കയറി പൃഥ്വിരാജിനോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നല്ലോ, അല്ലെങ്കിൽ മോഹൻലാലിനോടൊപ്പം നിൽക്കുന്നതല്ലോ എന്നൊക്കെ പറയുന്ന ഒരു അസൂയ അദ്ദേഹത്തോട് പോലും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെ സോഷ്യൽ മീഡിയയിലെ വാർത്തകൾക്കൊന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. കാരണം നമ്മൾ നമ്മുടെ മനസാക്ഷിയോട് സംസാരിച്ചുകൊണ്ടാണ് നിരന്തരം ജീവിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എന്ത് ചെയ്യണമെന്നോ എന്ത് ചെയ്യേണ്ടതെന്നോ. ഇവരുടെ ഒന്നും എന്താണ് പ്രോത്സാഹനമോ അല്ലെങ്കിൽ ഇവരുടെ ഒന്നും നിർദ്ദേശങ്ങളോ ആവശ്യമില്ല എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ പുസ്തകം ഞാനും നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛൻ ആദ്യമായിട്ടും അവസാനമായിട്ടും വായിച്ചൊരു പുസ്തകം ആടുജീവിതമാണെന്നാണ് പുള്ളി അവകാശപ്പെടുന്നത്. അപ്പം അങ്ങനെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരടക്കം വായിച്ച് പരിചിതമായിട്ടുള്ളൊരു കഥയാണിത്. അപ്പം ഇത് സിനിമയിലേക്ക് ആകുമ്പോഴേ ഇപ്പം ഞങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു നമ്മൾ, അതായത് ഇത് സിനിമയാവുന്ന സമയത്ത് ഈ നോവൽ തരുന്നൊരു അനുഭവവും നോവൽ തരുന്ന ഒരു വൈകാരിക തീവ്രതയും ഒക്കെ ഉണ്ട്. അത് നമ്മളിങ്ങനെ പിടിച്ചു കുലുക്കുന്ന വായന നമുക്ക് തരുന്നുണ്ടല്ലോ. അപ്പോൾ അത് സിനിമയ്ക്ക് തന്നെ ഒരു വെല്ലുവിളി ആവുമെന്ന് നമ്മൾ സംസാരിക്കുമായിരുന്നു. അതായത് ഇപ്പോൾ സിനിമയാവുമ്പോഴും അതിൽ കഥയുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള സസ്പെൻസുകളും ട്വിസ്റ്റുകളും ഒന്നും വരാനില്ല. അപ്പോൾ അങ്ങനെ ഒരു സംശയം എവിടെയെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? ഒന്ന്, ഈ സ്റ്റോറി റീടെല്ലിംഗ് എന്ന് പറയുന്നത് മനുഷ്യർക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരിടത്ത് കേട്ട ഒരു നല്ല പ്രസംഗം അതൊരിക്കൽ കേട്ടുപോയി എന്ന് വിചാരിച്ച് നമ്മൾ രണ്ടാമത് കേൾക്കാതിരിക്കത്തില്ല എന്നുള്ളത്. നമ്മൾ വീണ്ടും അതേ പ്രസംഗം മറ്റൊരിടത്ത് കേൾക്കുമ്പോൾ നമ്മൾ വളരെ കൗതുകത്തോടുകൂടി കേട്ടിരിക്കുക എന്നുള്ളതാണ്. അതേ പ്രസംഗം തന്നെയായിരിക്കും. അപ്പോൾ ഈ കഥാപ്രസംഗത്തിൻ്റെ കാര്യത്തിലൊക്കെ നമുക്കറിയാം, ഒരു കാലത്ത് കഥാപ്രസംഗം വളരെ ശക്തമായിരുന്ന കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള കഥയാണെങ്കിൽ പോലും ഇത് വീണ്ടും അടുത്ത തവണ ഇതെങ്ങനെ പറയുന്നു എന്ന് കേൾക്കാൻ വലിയ കൗതുകത്തോട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ മഹാഭാരതം പോലെയുള്ള ഒരു കഥ പലതരത്തിൽ പറഞ്ഞിട്ടും നമുക്ക് ഒരിക്കലും മടുക്കാത്തത്. അല്ലെങ്കിൽ മഹാഭാരതം സീരിയലൊന്നും വിജയിക്കില്ലായിരുന്നല്ലോ. കാരണം ഇതെങ്ങനെ പുതിയതായി പറയുന്നു, പുതിയ കാലത്തിൽ പറയുന്നു, പുതിയ ടൂൾ ഉപയോഗിച്ച് എങ്ങനെ ഇത് പറയുന്നു എന്ന് പറയുന്ന ഒരു കൗതുകമുണ്ട്. അതുകൊണ്ട് സ്റ്റോറി ഓപ്പൺ ആണ് എന്നുള്ളത് കൊണ്ട് മനുഷ്യൻ സിനിമയെ സ്വീകരിക്കാതിരിക്കില്ല എന്നതിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. അവർക്ക് അതിനോടൊരു കൗതുകമുണ്ട്, ഈ കഥ എങ്ങനെ പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇപ്പം ബുക്കിനെ
അതുപോലെ ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളതല്ല സിനിമയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ അങ്ങനെ തന്നെ ചെയ്താൽ ഇപ്പോൾ ഇത് 43 ചാപ്റ്ററുകളായി കിടക്കുന്ന ഈ ഈ ഈ നോവലിനെ നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുപോലെ ചിത്രീകരിക്കാൻ പോയാൽ ഒരു പക്ഷേ സിനിമാ കണക്കിൽ ഒരു 10 മണിക്കൂറെങ്കിലുമുള്ള ഒരു വലിയ സിനിമയായി മാറും എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ചുരുക്കി ഈ നോവലിൻ്റെ എസൻസ് എന്താണെന്ന് മനസ്സിലാക്കി, ഇതിൻ്റെ അകത്തെ വൈകാര്യ മുഹൂർത്തങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതുമാത്രം എടുത്ത് കഥ മുന്നോട്ട് പോകുക എന്നുള്ളത്. സിനിമയെ സംബന്ധിച്ച് ഇപ്പം എന്താണ്, നോവലിൽ നമുക്ക് എല്ലാ സൂക്ഷ്മമായ ഡിസ്ക്രിപ്ഷനിലേക്കും പോവാം. കഥ ഒരു പോയിന്റിൽ നിർത്തിയിട്ട് പിന്നെ കുറേ നേരം നമുക്ക് മാനസിക സഞ്ചാരങ്ങളിലേക്ക് പോയി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഥ ഒട്ടുമേ മൂവ് ആവുന്നില്ല, അവിടെ നിൽക്കുന്നതേ ഉള്ളൂ. ഇപ്പം നോവൽ തന്നെ അങ്ങനെയാണല്ലോ, ഒരു ഘട്ടത്തിൽ വെച്ച് ഒരു 5 ചാപ്റ്റർ കഴിയുമ്പോൾ അവിടെ വെച്ച് കഥ നിന്നതിന് ശേഷം വലിയൊരു ഭൂതകാലം പറഞ്ഞിട്ടാണ് പിന്നെ ആ പ്രസൻറ്റിലേക്ക് വരുന്നത്. ഇത് നോവലിലൊക്കെ സാധ്യമാവുന്ന. പക്ഷെ സിനിമയെ സംബന്ധിച്ചിടത്തോളം കഥ ഇങ്ങനെ മൂവായിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ആൾക്കാർ ലാഗടിച്ചു തോന്നും, കഥ ഒട്ടും മൂവാവുന്നില്ല എന്ന് തോന്നും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനുള്ള ക്രമീകരണങ്ങൾ ഇതിനകത്തുണ്ടാവും. ഈ കഥയുടെ യഥാർത്ഥ എസൻസ് എന്താണെന്ന് മനസ്സിലാക്കി, വൈകാരിക മുഹൂർത്തങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി, ആ കഥാപാത്രം പേറുന്ന വേദന എന്താണെന്ന് മനസ്സിലാക്കി അത് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയും, നമ്മൾ നോവൽ മുഴുവൻ വായിച്ചതിന് ശേഷം നമ്മുടെ ഉള്ളിലുണ്ടായ ഒരു എസൻസ് ഉണ്ട്, ഒരു വൈകാരികമായ അനുഭവം. ഈ വൈകാരികമായ അതേ അനുഭവം തിരിച്ച് സിനിമയ്ക്കും കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ നോവൽ ഏറ്റവും അധികം വായിച്ചിട്ടുള്ള ആളാരാണെന്ന് ചോദിച്ചാൽ യാതൊരു സംശയമില്ലാതെ പറയാം, അത് ബ്ലെസ്സി സാറാണ്. അദ്ദേഹം ഇതിനകത്തെ ഓരോ വരിയും ഏത് ഭാഗത്താണെന്നോ ഏത് പേജിലാണെന്നോ ഏത് അധ്യായത്തിലാണെന്നോ പറയാവുന്ന അത്ര തരത്തിൽ അദ്ദേഹം അത് ആഴത്തിൽ വായിക്കുകയും അതിൻ്റെ എസൻസ് ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പുസ്തകം വായിച്ച് മടക്കിയതിന് ശേഷം നമ്മൾ എല്ലാ വരികളും ഓർത്തിരിക്കുന്നൊന്നുമില്ല. നമുക്കൊരു ടോട്ടാലിറ്റിയാണ് ആ പുസ്തകത്തെക്കുറിച്ച്. ഏത് പുസ്തകത്തെ നമ്മൾ 1000 പേജുള്ള ഒരു പുസ്തകം വായിക്കുന്നു, എന്താണ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് വായിക്കുന്നു, അല്ലെങ്കിൽ വാർ ആൻഡ് പീസ് വായിക്കുന്നു. ഈ വാർ ആൻഡ് പീസിലെ 1000 പേജും നമുക്ക് ഓർമ്മയില്ല, പക്ഷേ അതിൻ്റെ ടോട്ടാലിറ്റി എന്താണ് എന്നൊരു ധാരണയുണ്ട്. അതുപോലെ തന്നെ ആടുജീവിതത്തിൻ്റെ ടോട്ടാലിറ്റി ആയിരിക്കും സിനിമയിൽ ഉണ്ടാവുക എന്നതും ഈ വൈകാരികത തന്നെ അവിടെയും നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതിനുള്ള സാധ്യതകൾ സിനിമയ്ക്കുണ്ട് എന്നുള്ളതാണ്. നമ്മൾ സ്വപ്നം കണ്ട ഇടത്ത് നിന്ന് വ്യത്യസ്തമായി ദൃശ്യഭാഷ എന്ന് പറയുന്ന വലിയൊരു സാധ്യത സിനിമയിൽ മേലുണ്ട്. സംഗീതം എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ടൂൾ നമുക്ക് സിനിമയിൽ സമാന്തരമായി ഉപയോഗിച്ച് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ മേക്കപ്പിൻ്റേതായ സാധ്യതകൾ, ഈ ടെറൈൻ തിരഞ്ഞെടുക്കുന്നതിൻ്റേതായ സാധ്യതകൾ, അങ്ങനെയൊക്കെ വലിയ സാധ്യതകൾ സിനിമയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉണ്ടായ ടോട്ടാലിറ്റി നമുക്ക് അവിടെയും കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ.